welcome back to Zan Learning. Welcome back to our class. അപ്പോൾ എക്സാം ഒക്കെ ഇവിടെ എത്തി. നമ്മളെങ്ങനെ തൊട്ടടുത്തെത്തിയില്ല. നമ്മൾ എക്സാം തമ്മിൽ എന്താ ആകെ കുറച്ച് മിനിറ്റുകളുടെ ഒരു വ്യത്യാസമുള്ളൂ. സോ വി ആർ ഗോയിങ് ടു ലേൺ ടുഡേ. ഇന്ന് നമ്മൾ നമ്മുടെ പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്ക് നിങ്ങൾ, ദ ക്വസ്റ്റ്യൻ ഈസ് എ കോൺവെർസേഷൻ. ഒരു സംഭാഷണമാണ് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇറ്റ് ഈസ് എ കോൺവെർസേഷൻ. ഒരു സംഭാഷണമാണ്. എന്താ ഈ സംഭാഷണം? നോക്ക്. Write a conversation between Albert and Albert in the party. രണ്ട് പേരും എന്താണ് പാർട്ടി എന്നുള്ളൊരു സംഭാഷണമാണ് എഴുതുന്നത്. നോക്ക്, നമുക്കറിയാം ഒരാൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു അല്ലേ, ഒരാൾക്ക് സക്സസ് കിട്ടി. അപ്പോൾ എന്തായിരിക്കും ആക്ച്വലി ഇവർ രണ്ടുപേരും പറയാം? നോക്കാം. ആൽബർട്ട് എന്താ പറയുന്നത്? ഡിയർ ആൽബർട്ട്, ഐ കാൻ ബിലീവ് ദാറ്റ് ഐ എം ഫൈനലി ബാക്ക്. ഇറ്റ് ഫീൽസ് സോ ഗുഡ് ടു ബി ഹോം. ഡിയർ ആൽബർട്ട്, ഐ കാൻ ബിലീവ് ദാറ്റ് ഐ എം ഫൈനലി ബാക്ക്. പ്രിയപ്പെട്ട എൻ്റെ ആൽബർട്ട്, ഐ കനോട്ട് ബിലീവ് ദാറ്റ് ഐ എം ബാക്ക് ഹോം. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളത് എനിക്കൊന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇറ്റ് ഫീൽസ് സോ ഗുഡ് ടു ബി ഹോം. വീട്ടിലേക്ക് വരുന്നത് എന്താണ്? ഭയങ്കര സന്തോഷം കേട്ടോ. വീട്ടിലേക്ക് വന്നത് ഭയങ്കര സന്തോഷം എനിക്ക്. അപ്പോൾ ആൽബർട്ട് എന്ത് പറയും? ഐ എം പ്രൗഡ് ഓഫ് യു മൈ ഡിയർ ബ്രദർ. യു ഹാവ് അച്ചീവ്ഡ് സോ മച്ച് അറ്റ് ദ അക്കാഡമി. ഐ എം പ്രൗഡ് ഓഫ് യു. നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് എന്തുണ്ട്? അഭിമാനമുണ്ട്. അത് മാത്രമല്ല, എന്താണ്? അച്ചീവ് സോ മച്ച് അറ്റ് ദ അക്കാഡമി. നീ അക്കാഡമിയിൽ എന്ത് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നീ പഠിച്ചല്ലേ, ഒരുപാട് കാര്യങ്ങൾ നീ എന്താണ് പഠിച്ചു. ആൽബർട്ട് എന്താ പറയുന്നത്? ഐ കുഡ് നോട്ട് ഹാവ് ഡൺ ഇറ്റ് വിതൗട്ട് യു. അപ്പോൾ ആൽബർട്ട് പറയാണ്, ചേട്ടാ എനിക്ക് എന്താണ് ആൽബർട്ട്, നീ ഇല്ലാതെ എനിക്ക് ഒരിക്കലും എന്താണ് അച്ചീവ് എന്ന് പറഞ്ഞ എന്താ നേടിയെടുക്കാം. അപ്പോൾ നീ ഇല്ലാതെ ഇതൊരിക്കലും എന്താ എനിക്ക് നേടിയെടുക്കാൻ പറ്റൂല. നീ ഉള്ളത് കൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. സോ റിമെമ്പർ our pact. നിനക്ക് ഓർമ്മയില്ലേ നമ്മൾ എന്താ കരാർ വെച്ചത്? പാക്ട് എന്ന് പറഞ്ഞ എന്താ? കരാർ. ഓക്കെ, അപ്പോൾ റിമെമ്പർ our pact. നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മുടെ കരാറ്? ഇറ്റ് കെപ്റ്റ് മീ ഗോയിങ്. അതാണ് എന്ത് ചെയ്തത്? എന്നെ എപ്പോഴെന്ത് മുന്നോട്ടേക്ക് കൊണ്ടുവന്നത്. ആൽബർട്ട്, യെസ്, ആൻഡ് ഐ ഹാവ് ബീൻ ഹിയർ വർക്കിംഗ് ഹാർഡ് ടു സപ്പോർട്ട് യു. തീർച്ചയായിട്ടും ഞാൻ ഉണ്ടായിരുന്നു നിന്നെ സപ്പോർട്ട് ചെയ്യാൻ. ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. എന്താണ് നിന്നെ സഹായിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ജോലി ചെയ്യുക എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ, എൻ്റെ ഉത്തരവാദിത്തമല്ലേ ഞാൻ ചെയ്തത്. അപ്പോൾ ആൽബർട്ട് എന്ത് പറയും? ഐ വാണ്ട് ടു സെലിബ്രേറ്റ് ടു യുവർ സാക്രിഫൈസസ് ആൻഡ് ഹെൽപ്പ് മീ സക്സീഡ്. ദാറ്റ് മീൻസ് എവറിത്തിങ് ടു മീ. ഓൾ ഐ വാണ്ട് ഈസ് ഫോർ യു ടു ബി ഹാപ്പി ആൻഡ് സക്സസ്ഫുൾ. നീ എന്ത് വേണം? എന്നും സന്തോഷമായിട്ടിരിക്കണം, എന്നും അടിപൊളിയായിട്ടിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം, നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കണം, നല്ല വർക്ക്സ് എന്ത് ചെയ്യണം? വരയ്ക്കണം. അത് മാത്രമേ എന്തുള്ളൂ എനിക്ക് ആഗ്രഹമുള്ളൂ. അത്രയും കാര്യം എന്ത് ചെയ്താൽ മതി? നീ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു സംഭാഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇതേപോലുള്ള സംഭാഷണം ഇനി നമുക്ക് വേറെ എന്ത് ചെയ്യാം? ഈ ഒരു പാഠത്തിൽ നിന്നും നമ്മളോട് ഡയറി ചോദിക്കാം, നമ്മളോട് തോട്ട് ചോദിക്കാം, നമ്മളെടുത്ത് എന്താ പറയുക ഒരു നോട്ടീസ് നമ്മളോട് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മളടുത്ത് ഒരു ലെറ്റർ ചോദിക്കാം. ഇതൊക്കെ നമ്മളടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു പാഠമാണ് ഏത്? നമ്മൾ ഈ പറയുന്ന പ്രേയിങ് ഹാൻഡ്സ് എന്നുള്ള പാഠം. അപ്പോൾ നമ്മൾ ഇതിന് എല്ലാ ഡിസ്കോഴ്സസിൻ്റെ ഫോർമാറ്റ് എന്ത് വേണടാ? നമ്മൾ പഠിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ലെറ്റർ റൈറ്റിംഗ് ചോദിക്കും ഇതിന്നും, അതേപോലെ ഡയറി ചോദിക്കും ഇതിന്നും. എല്ലാ ക്വസ്റ്റ്യൻസിനും സ്കോപ്പ് ഉള്ളൊരു ചാപ്റ്ററാണ് പ്രേയിങ് ഹാൻഡ്സ്. അതൊക്കെ നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യും? നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇതെന്ത് ചെയ്യാം? നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കാം. ഓക്കെ.